നിനിഷ നമുക്കൊന്ന് അമേരിക്കയിലേക്ക് പോയാലോ. ഡാലസിൽ നിന്ന് അവിടെ ഫാൻ പാർക്കിൽ നിന്ന് സഗീർ നെല്ലിപ്പറമ്പൻ നമുക്കിപ്പോ നമ്മളെ വിൻഡോയിൽ വരുന്നുണ്ട്. ഈ ഭാഗത്ത് വിൻഡോയിൽ നമുക്കിപ്പോ സഗീർ വരുന്നുണ്ട്. സഗീർ, എന്താണ്, ഞങ്ങളിവിടെ വലിയ ആഘോഷത്തിലാണ് കേട്ടോ. ഇവിടെ വലിയ മഴയാണ്. അതിനേക്കാളും അതിനെ കടത്തി വെട്ടുന്ന ആവേശം, ആഘോഷം ഇവിടെ നടക്കുകയാണ്. അപ്പോൾ എങ്ങനെയാണ് അവിടുത്തെ ഒരു സാഹചര്യം? എങ്ങനെയാണ് അവിടെയും സമാനമാണോ? ഒരു മത്സരം മലപ്പുറത്തിനേക്കാൾ ഈ ഡാലസിലിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രത്തോളം വിശ്വസിക്കുമെന്ന് എനിക്കറിയില്ല. പക്ഷെ ഇവിടെ ഒരു മെസ്സി തരംഗം തന്നെ ഇന്ന് ഫാൻ പാർക്കിൽ അലയടിച്ചിട്ടുണ്ടായിരുന്നു. ഇതുവരെ കണ്ട എല്ലാ മാച്ചുകളിൽ നിന്നും വ്യത്യസ്തമായിട്ട് താളം പോലും ഇല്ലാന്നിരുന്നിട്ട് പോലും അതിനെ കടത്തി വെട്ടുന്ന എല്ലാവിധ ആധുനിക ഉപകരണങ്ങളും കൊണ്ട് ഇവിടെ ഒരു ഫാൻ പാർക്കിൽ ഒരു ആഘോഷമാക്കി മാറ്റിയിരുന്നു. ഇവിടെ നമുക്കൊപ്പം ഒരുപാട് മലയാളികളും അതേപോലെ തന്നെ കളി കാണാൻ വന്നിട്ടുണ്ടായിരുന്നു. ഏകദേശം ഇന്ന് ഫാൻ പാർക്കിൽ 25,000-ഓളം കാണികള് കളി കാണാൻ വന്നിട്ടുണ്ടായിരുന്നു. ആ കാണികളെല്ലാം ഓക്കെ. സഗീർ, അവിടെ ആളുകൾക്ക് എന്താണ് പറയാനുള്ളത്? ഗോളുകൾ കണ്ട് എത്രമാത്രം ആവേശത്തിലാണ്? എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? ഇന്നത്തെ ആവേശം എങ്ങനെയാണ് നിങ്ങൾ ഇന്ന് അംഗീകരിക്കുന്നത്? മെസ്സിയുടെ ഹാട്രിക്കോട് കൂടി അർജന്റീന വിജയിച്ചപ്പോൾ ലോകത്തിലെ നാനാഭാഗത്തുള്ള ആളുകൾ ഇവിടെ ആഘോഷമായിരുന്നു. പക്ഷെ അത് എത്രത്തോളം ആഘോഷമാണെങ്കിലും അൾജീരിയ എന്ന് പറയുന്നത് 36-ാം സ്ഥാനത്തും അർജന്റീന എന്ന് പറയുന്നത് 1-ാം സ്ഥാനത്തും നിൽക്കുന്ന ഒരു ടീമാണ് ഫിഫ റാങ്കിങ്ങില്. പക്ഷെ അതുകൊണ്ട് ഈ ഒരു വിജയം ആധികാരികമായ വിജയമാണോ, അതോ 36-ാം സ്ഥാനത്ത് ഇരിക്കുന്ന ഒരു ടീമിനെ നിങ്ങൾ ആദ്യമായിട്ട് പെട്ടെന്ന് വീട്ടിലോട്ട് പറഞ്ഞയക്കുകയാണ്? ഇതൊരു ആധിപത്യം തന്നെയാണ്. അർജന്റീന ഈ വേൾഡ് കപ്പിൽ കപ്പ് കൊണ്ട് വീട്ടിലേക്ക് പോകുമെന്ന് പറഞ്ഞിട്ടുള്ള ആധിപത്യം തന്നെയാണ് ഹാട്രിക്കോട് കൂടി മെസ്സി ഓപ്പണിംഗ് മാച്ച്. ഇതൊരു തീർച്ചയായും ഫാൻസുകൾക്ക് ആവേശകരമായ ഒരു മാച്ച് തന്നെയാണ് ഈ ഓപ്പണിംഗ് മാച്ച്. പിന്നെ മറ്റൊരു കാര്യം, ഡാലസിലെ ഫാൻ പാർക്കിൽ നിന്ന് വന്ന ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നുള്ള ഫാന് ഓക്കെ. താങ്ക് യു സഗീർ നെല്ലിപ്പറമ്പ്. എന്തായാലും വലിയ ആവേശത്തിലാണ് അവിടെ. അമേരിക്കയിലും ആവേശമാണ്. ഓക്കെ, അതിലൊരു കുഞ്ഞു കുട്ടിയൊക്കെ ഉണ്ടോ? ഒരു കുഞ്ഞു കുട്ടിയൊക്കെ ഉണ്ട്. പക്ഷേ ആവേശം അതാ കുഞ്ഞ് വലിയ ആള് എന്നൊന്നുമില്ല, എല്ലാവരിലും ഒരേപോലെ ആവേശം നിറച്ചുകൊണ്ടിരിക്കുകയാണ്. നേരിൽ കളി കാണാത്ത ടിവിയിൽ മാത്രം കളി കണ്ട നമുക്ക് ഇത്രയും ആവേശം ഉണ്ടെങ്കിൽ അവിടെ നേരിൽ കാണാൻ കഴിഞ്ഞ ആളുകളുടെ ആവേശം ആലോചിച്ച് നോക്കി. എന്തായാലും കൻസാസിനെ കത്തിച്ച് തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് അക്ഷരാർത്ഥത്തിൽ. ഈ നിമിഷം എന്തായാലും ഒരു സ്റ്റോറി ചെയ്യും. ഒന്ന് ആലോചിക്കണം. വരും, ആരാധകരെ പ്രേക്ഷകരെ വരും. കാരണം നമ്മൾ ഈ ഫ്ലോറിൽ നിന്നിട്ട് ലയണൽ മെസ്സിയെ കുറിച്ച് എന്ത് പറഞ്ഞാലും അടിയിൽ ഒരു ചോദ്യം വരും. നിങ്ങൾ പറയണ്ട, PC സൈഫുദ്ദീൻ പറഞ്ഞാൽ മതി. പ്രേക്ഷകരുടെ ആവശ്യമാണ്, എഴുതണം. അപ്പോൾ ആ കാര്യം കവിത രചിക്കാൻ നമുക്ക് സൈഫുനെ വിടാം. അതിനിടയ്ക്ക് നമുക്ക് ചെറിയൊരു ബ്രേക്ക് എടുക്കാം, ഇടവേളയിലേക്ക്.